പാർട്ടി എന്നതിന് അപ്പുറത്തേക്ക് ഒരു മൂവ്മെൻ്റാണത്. ആ മൂവ്മെൻറ്റിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതുണ്ട് എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് രാജ്യത്ത് അസ്വസ്ഥരായ ഒരു ജനവിഭാഗം, പ്രത്യേകിച്ച് യുവാക്കൾ, തൊഴിലില്ലായ്മ, നമുക്കറിയാം ഇപ്പോൾ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുമായി ബന്ധപ്പെട്ട് വലിയ അരാജകത്വത്തിലൂടെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അസ്വസ്ഥരായ ഒരു വലിയ ചെറുപ്പക്കാരുടെ കൂട്ടമുണ്ടാകുന്നു. ആ കൂട്ടത്തെ ആരെങ്കിലും അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വെക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അതിനെ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ആ മൂവ്മെൻറ്റിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആ മൂവ്മെൻറ്റ് കൈവിട്ട് പോവാതിരിക്കാൻ, നമ്മുടെ അയൽരാജ്യങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ കൈവിട്ട് പോവാതിരിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് അത്തരം മൂവ്മെൻറ്റുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും അതുവഴി സർക്കാരിനെതിരെയുള്ള ഒരു ജനകീയ സമരത്തിൻ്റെ രൂപമായി മാറ്റവും വേണം എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ആ മൂവ്മെൻറ്റിനെ പിന്തുണയ്ക്കണമെന്നാണ് അതെ, ആ ഭയപ്പാടുകളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അവർ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് അവരിലേക്ക് തൊടാൻ പോകുന്നു, അവരിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അതിനെ ഭയപ്പെടുകയും അതിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും എക്സ് അക്കൗണ്ടുകൾ ഹൈഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അതിന് കൂടുതൽ പിന്തുണ വേണ്ടത് എന്നതുകൊണ്ടാണ് ഈ സമയത്ത് അതിന് പിന്തുണ വയ്ക്കാൻ വേണ്ടി തീരുമാനമായത്. പിന്നെ ഒരു ഭരണകൂടം എന്ന രീതിയിൽ അവർ എന്തിനെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അതൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണം അവർക്കെതിരെ വിരൽ ചൂണ്ടലുകൾ വർദ്ധിക്കുന്നു എന്നതാണ്. അപ്പോൾ നമുക്കറിയാം കോടിക്കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾ കൊണ്ട് ആ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അവരെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ ശക്തമായി രണ്ടാമത്തെ അക്കൗണ്ട് വരുന്നു, അതിൻ്റെ ഫോളോവേഴ്സായി മാറുന്നു. സ്വാഭാവികമായി ജനങ്ങൾ അത്രമേൽ വലിയ ഈ സർക്കാരിനെതിരെ, ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള വികാരത്തിൽ നിൽക്കുന്നു. അതിനെ സാംശീകരിക്കാൻ ഇത്തരം അക്കൗണ്ടുകൾക്ക്, അതിനെ ക്രോഡീകരിക്കാൻ ഇത്തരം അക്കൗണ്ടുകൾക്ക് സാധ്യമാകുന്നു. ഇതൊക്കെ പറയുമ്പോഴും വളരെ അടിവരായിട്ട് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു നേതൃത്വമില്ലാത്ത ആൾക്കൂട്ടമായ ഒരു യുവാക്കളുടെ കൂട്ടമല്ല തെരുവിലുണ്ടാകേണ്ടത്. അതിന് രാഷ്ട്രീയമായ മുദ്രാവാക്യം നൽകി അതിന് കൃത്യമായ നേതൃത്വം നൽകി പോകേണ്ടതുണ്ട്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കണമെന്ന് തന്നെയാണ് അടിവരായിട്ടുള്ള എൻ്റെ അഭിപ്രായം. തീർച്ചയായും മൂവ്മെൻറ്റിനെ 100% പിന്തുണയ്ക്കുന്നു. അത്തരം മൂവ്മെൻറ്റുകളാണ് ലോകത്തെല്ലായിടത്തും, വിദ്യാർത്ഥികളും യുവാക്കളും ലോകത്തെല്ലാ മൂവ്മെൻറ്റുകളും ഉണ്ടാക്കിയത്. അപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ബ്ലാക്ക് മൂവ്മെൻറ്റ് പിന്നെ അമേരിക്കയിലുണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ തെരുവുകളിൽ പുതിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ വിദ്യാർത്ഥികളും യുവാക്കളുമാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിന് നേതൃത്വം കൊടുക്കുന്ന സമയത്തൊക്കെ അത് ഇങ്ങനെയാണ് രൂപപ്പെട്ട് വന്നത്. അവസാനം അതിനൊരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവുകയും അവിടെ സ്വാഭാവികമായി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ശക്തമായി വിളിക്കാൻ കഴിയുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് അതിനെ രൂപപ്പെടുത്തി കൊണ്ടുവരിക എന്നതാണ്. രാജ്യത്തും അതുപോലെ ഒരു സമീപനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ദുർചെയ്തികൾക്കെതിരെ പ്രത്യേകിച്ച് യുവാക്കളും ചെറുപ്പക്കാരും വലിയ രൂപത്തിലേക്ക് തൊഴിലില്ലായ്മ ജനങ്ങൾ അനുഭവിക്കുന്നു. അവരനുഭവിക്കുന്ന അവരുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ള വികാരമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മൂവ്മെൻറ്റായി അത് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷ സംഘടനകൾ എന്ന രീതിയിൽ അതിനെ കൈയടിക്കണം, കൈകൊടുക്കണം. അത് കൈവിട്ടു പോവാതിരിക്കാനുള്ള ജാഗ്രതയോട് കൂടി ചേർത്ത് വെക്കണം എന്നാണ് അഭിപ്രായം.